ആദ്യം പോലെ വന്ന് ബെല്ലടിച്ച് ഞാൻ അന്നപ്പോൾ പുറകിൽ പിന്നെ മുറ്റത്തുള്ളത് ഞാൻ ബെല്ലടിച്ചപ്പോൾ മുറ്റത്തൂടെ അപ്പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആദ്യം വന്ന് ഇവൻ രണ്ട് പ്രാവശ്യം അതിൻ്റെ മുമ്പ് അവിടെ വന്നിരുന്നു. എന്നപ്പോൾ പിന്നെ അന്നപ്പോൾ റഷീദ് ആണുങ്ങൾ ഓല് വന്ന് ഞാൻ പിന്നെ വാതിൽ തുറന്ന് പിന്നെ അന്നപ്പോൾ അവിടെ നിന്ന് ഓലുമായിട്ട് വർത്താൻ പറഞ്ഞപ്പോൾ ഞാനും അവിടെ നിന്നപ്പോൾ പിന്നെ അങ്ങനെ എഗ്രിമെൻ്റ് എഴുതി തരുമോ പിന്നെ അല്ലെങ്കിൽ പൈസ എന്നാൽ തരിക എന്നുള്ളതെന്നൊക്കെ ചോദിച്ചു. എന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എങ്ങനെ എഴുതി തരുന്നത് വേണമെങ്കിലും എഴുതി തരുന്നുണ്ട്, ഞങ്ങൾ സാവകാശമാണോ എന്ന് പറഞ്ഞു പൈസ കൊടുക്കാൻ. അന്നപ്പോൾ ഇപ്പോൾക്ക് ഓലെ റഷീദ് ഖാനെ പിടിച്ച് ഞാൻ കാറിൻ്റെ അടുത്തേക്ക് അതപ്പോൾ കാറിൻ്റെ അടുത്തേക്കായിട്ട് പോയപ്പോൾക്ക് വണ്ടിമേൽ ആദ്യം രണ്ടാൾ വന്നതാണ്. ഓലാണിത് ചെയ്ത്. ഇന്നപ്പോൾ കാറ് വന്ന് ഞാൻ പിന്നെ റഷീദ് ഖാനെ പിടിച്ചായിട്ട് കൊണ്ടുപോയപ്പോൾക്ക് മോന് മുകളിലതിനുള്ളിൽ എന്നപ്പോൾ ഓനെ അവിടെ നിന്ന് വന്ന് ഞാൻ റഷീദ് ഖാനെ ഇങ്ങോട്ടും പിടിച്ചപ്പോൾ ഓനെ പിടിച്ച് ഞാൻ എങ്ങനെ പിടിച്ച വലയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അജ്മൽ ഓല് അവിടെ നിന്ന് ഈ പൈസേൻ്റെ പരിപാടിയാണല്ലോ. എന്നപ്പോൾ അതിന് എന്തോ ഷോട്ട് വന്നതാണ്. അതിന് പക്ഷേ പോലും മൂന്നാൾ ഞങ്ങൾ ആരോടും കൊടുക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷേ സാവകാശമാണ് നമ്മൾ എടുത്തിപ്പോൾ വീട്ടിലില്ലേ പൈസ എടുത്ത് കൊടുക്കാൻ. അതിനൊക്കെ നമ്മൾ സാവകാശമായി ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ അവരോട് പറഞ്ഞതാണ്. പിന്നെ മോനാണെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പിൽ പോയല്ലേ കൊടുവള്ളി. അന്നപ്പോൾ മോന് ഈ കച്ചേരിമുക്കിൽ ഒരു മുജീബ് എന്ന് പറഞ്ഞവൻ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ ഫോൺ വാങ്ങി രാത്രി 9:00. പിന്നെ എന്തോ പറഞ്ഞു ഞാൻ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവന് പേടിയായി. അവന് ചെറിയ മോനാണല്ലോ, 21 വയസ്സായിരിക്കുന്നെങ്കിൽ ചെറുതാണ്. അന്നപ്പോൾ അന്നേനെ ശേഷം നേരം പോയിട്ട് തന്നെയില്ല, പീഡിയ ദിന തീരെ പോയില്ല. അന്നപ്പോഴേക്കാണ് ഇന്നിപ്പോൾ ഇങ്ങനെ സംഭവിച്ചതാലും. ഇതിൻ്റെ മുമ്പ് എന്ന് വെച്ചാലും ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മാസമായി. അന്ന് തൊട്ടേ ഭീഷണി തന്നെയാണ്. ഒരു വീട്ടിൽ വന്ന് കാല് വെട്ടും തല വെട്ടും ഞങ്ങളിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നൊക്കെ വന്ന് ഇങ്ങനെ പറയുന്ന പോലെ തന്നെയാണ് വലിയൊരു സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യം നേരത്തെ അറിയാവുന്നതാണ്. അറിയാവുന്നതാണ്.